ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സ്നാക്ക് തന്നെ ആവാം. അതും എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. മുട്ട കൊണ്ടാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെൽ ഐക്കൺ കൂടി ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്ക് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് നല്ലൊരു സ്നാക്കാണ് നമ്മളിപ്പോൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ. ഓംലെറ്റ് ബജി എന്നാണ് ഞാൻ ഈ ഒരു സ്നാക്കിന് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഓംലെറ്റ് ബജി എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 4 മുട്ട കൊണ്ടാണ് ഓംലെറ്റ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ 4 മുട്ട എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ സവോള ഒരു ചെറിയൊരു കഷ്ണം സവോള ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്, നിർബന്ധമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ബജി തയ്യാറാക്കാനുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ സാധാരണ ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കടലമാവാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഞാൻ 1.5 കപ്പ് കടലമാവും അല്പം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്, കുറച്ച് മാത്രം മതി. അതായത് 1/4 ടീസ്പൂണിലും കുറവ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഉപ്പ് അധികം ചേർക്കേണ്ട കടലമാവിൻ്റെ ഇതിലേക്ക്, പെട്ടെന്ന് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി ഞാനൊരു 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു മാവ് വല്ലാണ്ട് ലൂസാക്കി എടുക്കരുത്, അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവണം, എന്നാലേ നല്ല ആ ഒരു ബജിയുടെ ആ ഒരു ഷേപ്പിൽ വരുള്ളൂ. നമുക്ക് സാധാരണ ബജിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ, മുട്ട ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ മാവ് എടുക്കുന്നത് അതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കട്ടിയുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബജി റെഡിയാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഞാൻ ഇതുപോലെ ഒരു വലിയൊരു നീളമുള്ള ഗ്ലാസ്സിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് ഈ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് മുക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പരന്ന പാത്രമാകുമ്പോൾ നമുക്കത് എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പം നമുക്ക് ഇനി ഓംലെറ്റ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പാന് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓംലെറ്റ് ഒഴിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മുട്ടയുടെ മിക്സ്ചർ. അതുപോലെ തന്നെ പാന് നന്നായിട്ട് ചൂടായ ശേഷം മാത്രം ഒഴിക്കുക കേട്ടോ. ഓംലെറ്റ് ഉണ്ടാക്കാൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടെന്ന് ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമായിരിക്കും ഓംലെറ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം, കാരണം നമ്മളിത് കട്ടിയിലാണ് ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ, വല്ലാണ്ട് തിന്നാക്കിയിട്ടല്ല. അപ്പോൾ എത്രത്തോളം കട്ടിയുണ്ടോ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ ഈ ഓംലെറ്റ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വല്ലാണ്ട് കട്ടിയിലല്ല ഈ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റിനകത്ത് തന്നെ ഇത് റെഡിയാവും. അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 2 വശവും നന്നായിട്ട് കുക്കായി കിട്ടും വേണം. ശരിക്കും ഈ ഒരു സ്നാക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അധികം ചിലവൊന്നുമില്ലാത്ത നല്ലൊരു സ്നാക്കാണ്. വളരെ ഈസിയാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ അവിടെ എണ്ണ ചൂടാക്കാൻ വെക്കുന്നുണ്ട്. നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓംലെറ്റ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. നീളത്തിൽ കട്ട് ചെയ്യുക കേട്ടോ. നീളത്തിൽ കട്ട് ചെയ്തിട്ട് പിന്നെ അത് പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. ഞാൻ നീളത്തിൽ കട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് പകുതിയായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത് കേട്ടോ. ഇതുപോലെ നീളത്തിലൊരു പീസാക്കിയിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഈ ഒരു ഓംലെറ്റ് കൊണ്ട് നമുക്കിപ്പോൾ ഒരുപാട് സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ചുരുങ്ങിയ ചിലവോടെ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്കാണ്.
ഇനി ഞാൻ നേരത്തെ ഇതുപോലെ നീളമുള്ള ഗ്ലാസ്സിൽ നമ്മൾ കടലമാവിൻ്റെ ബാറ്റർ വെച്ചിരുന്നല്ലോ, അപ്പോൾ അതിൽ ഈ ഓംലെറ്റ് ഒന്ന് മുക്കിയെടുത്തിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഈ മാവ് ഇതുപോലെ ഗ്ലാസ്സിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഡിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ മാവ് നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടും ചെയ്യും ഈ ഓംലെറ്റിൽ. പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിയിൽ ഉണ്ടാക്കണം കേട്ടോ. വളരെ തിന്നായിട്ടുള്ള ഓംലെറ്റ് ആണെങ്കിൽ നമ്മളിതിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കുമ്പം അത് മുറിഞ്ഞു പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട്. ബേക്കിംഗ് പൗഡർ ചേർത്തത് കൊണ്ടാണ്. ഒരു നുള്ളു ബേക്കിംഗ് പൗഡർ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ നിർബന്ധമൊന്നുമില്ല, പക്ഷേ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ മാവ് നല്ല കട്ടിയിൽ തന്നെ കുഴച്ചെടുക്കണം. അങ്ങനെ വരുമ്പോൾ പിന്നെ ബേക്കിംഗ് പൗഡറിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമുക്ക് റിസ്ക് എടുക്കേണ്ടെന്നാണെങ്കിൽ മാത്രം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബേക്കിംഗ് പൗഡർ ചേർത്താൽ എന്തായാലും അത് പൊങ്ങി വരും, ഇല്ലെങ്കിൽ നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടി വരും മാവൊക്കെ. അപ്പോൾ നല്ല ക്രിസ്പി ആവുന്നത് വരെയും നല്ല ഗോൾഡൻ ആവുന്നത് വരെയും നല്ലൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്നാക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതുപോലെ നല്ല ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ എണ്ണ നന്നായിട്ട് ചൂടായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരില്ല. വളരെ കുറഞ്ഞ ഫ്ലെയിമിലാണ് നമ്മളിത് ഫ്രൈ ചെയ്യണമെങ്കിൽ ഇതുപോലെ പൊങ്ങി വരില്ല കേട്ടോ. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ബജിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് എന്തായാലും നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നുള്ളത് അറിയാം. എന്നാലും അറിയാത്തവർക്കായിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഓംലെറ്റ് ബജ്ജി റെഡി ആയിട്ടുണ്ട്. എനിക്കിത് ഞാൻ പറഞ്ഞല്ലോ, ഇഫ്താറിൻ്റെ ടൈമിലാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് കട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ ഇഫ്താർ ടൈമൊക്കെ കഴിഞ്ഞിട്ട് ഒരെണ്ണം ബാക്കി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേറൊരു പീസ് ഇല്ലായിരുന്നു, എല്ലാം കഴിഞ്ഞു പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഓംലെറ്റ് ബജ്ജിൻ്റെ അകത്ത്. ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ഇരിക്കും നമ്മുടെ ഓംലെറ്റ് ബജ്ജി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ 2-3 സ്നാക്കും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ നോമ്പിന് ഷെയർ ചെയ്തിട്ടുള്ള സ്നാക്സാണ്. ഇതേപോലത്തെ സ്നാക്സ് തന്നെയാണ്, നല്ല ഈസിയാണ് റെഡിയാക്കാൻ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ്, ബജ്ജി തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ സ്നാക്സൊക്കെ എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ പൊട്ടാറ്റോ ബജ്ജിനെ പറ്റിയിട്ട് പറയാം. ഇത് വളരെ ഈസിയാണ് റെഡിയാക്കാൻ. ഒരു പൊട്ടാറ്റോ മതി നമുക്ക് ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കാൻ. ഇതിപ്പോൾ ഒരൊറ്റ പൊട്ടാറ്റോ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്നാക്കാണ്. പൊട്ടാറ്റോ തൊലിയൊക്കെ കളഞ്ഞിട്ട് സ്ലൈസ് ചെയ്തിട്ട് നല്ല കനം കുറച്ച് സ്ലൈസ് ചെയ്തിട്ട് ഞാനിപ്പോൾ തയ്യാറാക്കിയുള്ള ഈ കടലമാവിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, അതേപോലെ ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തതാണ്. വളരെ ഈസിയാണ് റെഡിയാക്കാൻ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല ഭംഗി ഉണ്ടാവും കാണാൻ, നല്ല ക്രിസ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും ഈ ഒരു റെസിപ്പി, എന്നാലും അറിയാത്തവർക്കാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ നോമ്പിന് ചെറുതായിട്ടൊരു പരീക്ഷണം നടത്തിയതായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ളൊരു ലോലിപോപ്പ് എന്ന് പറയുന്നൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ പേരിട്ടതാണ്. അപ്പോൾ ബ്രെഡും പിന്നെ അകത്ത് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ ബ്രെഡിലാണ് ഇപ്പോൾ ഇത് ലോലിപോപ്പ് ആക്കി എടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള മുട്ട കാടമുട്ടയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ, അതുപോലെ നല്ല സിമ്പിളായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. ഇതൊരു ലോലിപോപ്പിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതും. അപ്പോൾ ഞാൻ ബ്രെഡ് എഗ് ലോലിപോപ്പ് എന്ന് പേരിട്ടും ചെയ്തു. ഒരുപാട് നല്ല കമൻറ്റ്സ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കാണാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. പിന്നെ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ മറ്റൊരു സ്നാക്കാണ് നമ്മുടെ തേങ്ങാമുറി. അതിപ്പോൾ ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, എഗ് കബാബ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ തേങ്ങാമുറി അത്യാവശ്യം എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതൊക്കെ കാണാൻ വിട്ടുപോകരുത്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, ഈ മാസം ഇറങ്ങിയ മാധ്യമം കുടുംബത്തിൽ വ്ളോഗിങ്ങിനെ പറ്റിയിട്ട് ചെറിയൊരു ഫീച്ചറുണ്ട്. അപ്പോൾ അതിൽ ഞാനും ഉണ്ട്. അപ്പോൾ വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കുക. നിങ്ങൾക്കാർക്കും ബോറടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഈ ചാനലൊന്ന് ഷെയർ ചെയ്യുക, വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അങ്ങനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്